എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ ലേറ്റ് നൈറ്റ് ഫീലിങ്സ്. ഓക്കെ, ഇന്നലെ രാത്രി അവരെന്താണ് നിങ്ങളെ പറ്റി ചിന്തിച്ചിരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലേറ്റ് നൈറ്റ് ഫീലിങ്സ് ഷോർട്സായിട്ട് ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഷോർട്സിലിടുമ്പോൾ നമുക്കധികം ഡീറ്റെയിൽസ് ഒന്നും നോക്കാൻ സാധിക്കില്ല. കാരണം 3 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് കാർഡ്സ് എടുത്ത് പോകാനേ പറ്റുള്ളൂ. നമുക്ക് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്താണ് അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ്, ഫീലിങ്സ് നിങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, കാരണം നൈറ്റ് ടൈമിലാണ് നമ്മുടെ ഫീലിങ്സ് ഏറ്റവും കൂടുതൽ, നമ്മുടെ ചിന്തകളും ഫീലിങ്സും ഒക്കെ ഏറ്റവും കൂടുതൽ ഹൈറ്റൻഡ് ആവുന്ന നൈറ്റ് ടൈമിലാണ് അല്ലേ. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും സ്നേഹവും എല്ലാം കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാം റെസൊനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. റെസൊനേറ്റ് ആവാത്തവർ ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യരുത്. അതേപോലെ നിങ്ങൾക്ക് ഒരു ജനറൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, ഷഫ്ലിംഗ് ടൈമിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവ് തോട്ട്സായിട്ട് ഇരിക്കുക കേട്ടോ. തുടങ്ങാം നമുക്ക്. ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്, അവരെക്കുറിച്ചുള്ള ലേറ്റ് നൈറ്റ് തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് എന്താണ്. ലേറ്റ് നൈറ്റ് തോട്ട്സും ഫീലിങ്സും തന്നെ കാണിച്ചു തരും. ലേറ്റ് നൈറ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ ഫോർ ദം. ഇന്നലെ രാത്രി സ്പെസിഫിക്കലി അവർ എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി ആലോചിച്ചിരുന്നതെന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് അവരെക്കുറിച്ച് എന്ന് കാണിച്ചു തരൂ. എടുക്കണേ. ഏസ് ഓഫ് വാൻഡ്സ്. ഓ, 8 ഓഫ് വാൻഡ്സ്, വെരി ഗുഡ്. കിങ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, വളരെ നല്ല തോട്ട്സ് ആണല്ലോ. ഓക്കെ, 7 ഓഫ് സ്വാർഡ്സ്, 2 ഓഫ് സ്വാർഡ്സ്, 10 ഓഫ് സ്വാർഡ്സ്, ദ ഹാങ്ഡ് മാൻ, ഹൈ പ്രീസ്റ്റസ്, ബോട്ടം ഓഫ് ദി ഡെക്ക് കേട്ടോ. ടാരോ കാണൽ തന്നെയാണ് പരിപാടി. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ രണ്ടുപേരും തന്നെയോ ഭയങ്കരമായിട്ട് ടാരോയുടെ ഒരു ഇതാണ്. നൈറ്റിൽ ഇരുന്നിട്ടാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഏറ്റവും കൂടുതൽ ടാരോ റിലേറ്റഡ് കാര്യങ്ങൾ കാണുന്നത്. കാരണം നിങ്ങളെപ്പറ്റി അറിയാനുള്ള വ്യഗ്രത കൊണ്ട് ഇവർ ഏറ്റവും കൂടുതൽ നൈറ്റിലാണ് കാണുന്നത് കേട്ടോ. ഇവരും കാണുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സണും കാണുന്നുണ്ട്. ഏസ് ഓഫ് വാൻഡ്സ്, നല്ല ആസ് ഇറ്റ് ഈസ് നല്ല എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്ന എനർജീസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അവർ വേദനിക്കുന്നുണ്ടെങ്കിലും ഓക്കെ, നിങ്ങളായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് അവർ വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്ന ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് കേട്ടോ വേണമെന്ന് അവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ അടുത്ത് മെസ്സേജ് അയക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇവർക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളെ വിളിക്കുന്നതും ഒരുപക്ഷെ കൂടുതലായിട്ടും രാത്രി ആയിരിക്കും. അതേപോലെ മെസ്സേജസ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതൊക്കെ കൂടുതലായിട്ടും രാത്രി ആയിരിക്കാനാണ് സാധ്യത. നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം. ബാഡ് രീതിയിലുള്ള സംസാരമൊന്നും അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വളരെ സ്നേഹമായിട്ടുള്ള സംസാരമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നതും നിങ്ങളെപ്പറ്റി ഓൾ ത്രൂ ദ ഡേ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് രാത്രി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരണം, ഒരു ന്യൂ ബിഗിനിങ്ങിൽ വരണം എന്നൊക്കെ എപ്പോഴും ഇവരുടെ മനസ്സിലുണ്ട്. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. സ്നേഹത്തോടൊപ്പം റെസ്പെക്റ്റും ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരാളാണ് എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ കാണാൻ നല്ല ഒരാളായിരിക്കണം. രണ്ടുപേരും തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇവരുടെ സംസാരം വളരെ കരിസ്മാറ്റിക് ആയിട്ട്, അതായത് കേൾക്കുന്നവർക്ക് വളരെ ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആവാം കേട്ടോ. വൈസ് വേഴ്സയും കണക്റ്റ് ആവും. ഓക്കെ,
കാരണം നിങ്ങളുടെ എനർജി കൂടെയാണ് ഞാൻ നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നിങ്ങളുടെ എനർജിയും അവിടെ കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. ന്യൂ ബിഗിനിങ്ങിൻ്റെ 2 കാർഡാണ് അവിടെ വന്നിരിക്കുന്നത്. ഒന്നുകിൽ ഇവരൊരു പുതിയ കരിയർ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് വളരെ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. തൊഴിൽപരമായിട്ട് തമ്മിൽ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോയവരായിരിക്കാം. അതിനെ പറ്റിയിട്ടൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം, ഒരു ലൈഫ് നിങ്ങളുമായിട്ട് വേണമെന്നൊക്കെ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ രാത്രി ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ചിലർക്കെങ്കിലും അവരുടെ ഫീലിങ്സ് അൺഎക്സ്പ്രസ്ഡ് ആണ്. അവരുടെ ഫീലിംഗ് തുറന്ന് കാണിച്ചിട്ടില്ല. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഒരു ജഗ്ലിംഗ് കാണുന്നുണ്ട് അവിടെ. ഹൈലി ഇമോഷണലായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് അവരവിടെ ഫീൽ ചെയ്യണം. കാരണം ഇവർക്ക് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ വളരെ സങ്കടമായിട്ടും വളരെ പെയിൻഫുള്ളായിട്ട് ഗ്ലൂമി ആയിട്ട് വേദനിക്കുന്ന പോലെ ഒക്കെ അവർക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് ടോട്ടലി. ഓക്കെ, മനസ്സിൽ ഇത് ഈ സിറ്റുവേഷൻ ചേഞ്ചായി വരണം എന്നുള്ള ആഗ്രഹം വളരെ തീവ്രമായിട്ട് തന്നെ ഉണ്ട്. അതിനെ പറ്റിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിങ്ങളോടുള്ള സ്നേഹം, മറ്റേ സൈഡിൽ ഈ തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ്. ഇവർക്ക് 2 സൈഡിലും വിടാൻ വയ്യാത്തൊരവസ്ഥ. മനസ്സിലായോ? അവിടെയും വിടാൻ വയ്യ, ഇവിടെയും വിടാൻ വയ്യ എന്നുള്ളൊരവസ്ഥയിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കൂടുതലായിട്ടും ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒരുപാട് കൂടുതലായിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചെയ്യുന്നുണ്ട്. ഒരു റീഡിംഗ് ഒക്കെ ആരുടെടുത്തെങ്കിലും എടുത്ത് കാണണം. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു ടാരോ റീഡർ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരായിരിക്കാം. ജ്യോതിഷപരമായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, സ്പിരിച്വൽ റിലേറ്റഡ് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഹീലറായിരിക്കാം, അതുപോലെ പ്രീസ്റ്റ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ടും ഒരു ടാരോ റീഡർ എന്നിവിടെ തോന്നുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം. ഓക്കെ, വളരെ പ്രബലമായിട്ട് ടാരോ കാണുന്നുണ്ട്. 3, 4, 5 ടാരോ റീഡിംഗ് ഒക്കെ ഒരു ദിവസം കാണുന്നുണ്ട് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഗിവ് മീ മോർ കാർഡ്സ്, ഗിവ് മീ മോർ കാർഡ്സ് പ്ലീസ് ഡിവൈൻ. ഇവിടെ ലേറ്റ് നൈറ്റ് ഫീലിങ്സ് ഒന്ന് പറഞ്ഞു തരൂ. പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ട്, ഒബ്സസ്ഡ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. രാത്രി ഫുള്ള് നിങ്ങളെ പറ്റി തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. നിങ്ങളൊരു വേൾഡ് കാർഡാണ്. നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പറയാം, നിൽക്കേ ബാക്കി കാർഡും കൂടെ എടുക്കട്ടെ. ഏസ് ഓഫ് കപ്സ്, 6 ഓഫ് വാൻഡ്സ്, 9 ഓഫ് കപ്സ്, 2 കാർഡ് കൂടെ, Nine of Pentacles and Page of Pentacles. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയിരിക്കുന്ന എനർജീസ് എന്താണെന്ന് വെച്ചാൽ ഇവർ നിങ്ങളെ പ്രതി പൊസസീവാണ്. ഓക്കെ, വളരെ പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഓൺലൈൻ കണ്ട് നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുകയാണോ എന്നൊക്കെ ഒരു നിമിഷം അവർക്ക് തോന്നും. അത് ഇത്തിരി പെയിൻ ഉണ്ടാക്കും കേട്ടോ. അതേപോലെ ഒബ്സസ്ഡ് ആണ് നിങ്ങളെ പ്രതി, ഹൈലി ഒബ്സസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ചിലർക്കെങ്കിലും ഒരു അഡിക്ഷൻസ് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ അഡിക്ഷൻസ് വല്ലതും ഉള്ളതായിട്ട് അറിയാമെങ്കിൽ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ആൽക്കഹോൾ അങ്ങനത്തെ രീതിയിലൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിന് ഉണ്ടെന്ന് അറിയാമെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒബ്സസീവ് തോട്ട്സും ഒരു അഡിക്ഷനായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈവൻ ടാരോ ഒരു പരിധിയിൽ കൂടുതൽ കണ്ടാൽ അതും ഒരു അഡിക്ഷൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഓവറായിട്ട് ലൈക്ക് 5, 6 ടാരോ റീഡിംഗ് കാണുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 1, 2 ചാനൽ മാത്രം കാണുക. ഓക്കെ, 2, 3, 4, 5 റീഡിംഗ് ഒന്നും ഒരു ദിവസം കാണരുത്. അവസാനം ലൈഫ് ടാരോ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എത്തും. അങ്ങനെ അത്രയും ഡിപ്പെൻഡൻസി നല്ലതല്ല കേട്ടോ. ഞാനൊരു ടാരോ റീഡർ ആണ് എന്നിട്ടും ഞാൻ പറയുകയാണ് കേട്ടോ, ഓവർ ഒബ്സഷൻ നല്ലതല്ല. അതുപോലെ വേൾഡ് വെച്ചിട്ട് നിങ്ങളിൽ പലരും ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവരായിരിക്കാം.
നിങ്ങളുടെ പേഴ്സൺ വെള്ളം കൂടുതലായിട്ട് ഉള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരാളായിരിക്കണം. അതേപോലെ വേറെ എന്താണ്, നിങ്ങൾ തമ്മിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിട്ടാണ് വേൾഡ് കാർഡ് വെച്ചിട്ട് കാണുന്നത്. അതായത് വരും കാണും, ഇതൊരു സൈക്കിളാണ്. ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് മേ ബി വീക്ക് ആഫ്റ്റർ വീക്ക് അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ കാണുന്നതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്, മനസ്സിലായോ? ഒന്നുകിൽ 2 ദിവസത്തിലൊരിക്കൽ, ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ അങ്ങനെ വന്നു പോയി റെഗുലറായിട്ട് അതേ പാറ്റേൺ റിപ്പീറ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങളെ പ്രതി മനസ്സിൽ ഒരുപാട് സ്നേഹമാണ്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അറിയാമല്ലോ, സ്നേഹം നിറഞ്ഞു കവിഞ്ഞു തുളുമ്പി ഒരു എന്താ പറയുക, അവർക്ക് സഹിക്കാൻ വയ്യാത്ത അത്രയും. കാരണം രാത്രിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീലിങ്സ് നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യുക. കാരണം സൈലൻറ്റ് എൻവയറമെൻ്റ് ആണ്, വേറെ ഒന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനില്ല. പകൽ നേരത്താണെങ്കിൽ നമുക്ക് ജോലികളുണ്ടായിരിക്കും, നമ്മൾ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആവും. രാത്രി നമുക്ക് വേറെ യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ല. ഇവിടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഉറക്കമില്ലാത്ത സിറ്റുവേഷനാണ് കാണുന്നത്. ഉറക്കം കുറവാണ്. ഓക്കെ, തീരെ ഉറങ്ങുന്നില്ല, നല്ല ഉറക്കം കുറവാണ്. ഉറങ്ങുന്നെങ്കിൽ തന്നെ നിങ്ങളുടെ ഡ്രീംസാണ്. ഓക്കെ, ഡ്രീംസിലും നിങ്ങൾ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒബ്സസീവ് എനർജി അവിടെ കാണുന്നുണ്ട്. ഒരു ഒബ്സസീവ് എനർജി അവിടെ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്കൊരു പ്രപ്പോസൽ തരണം, നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ക്ഷണിക്കണം എന്നുമെല്ലാം ഇവർ ആലോചിക്കുന്നുണ്ട്. ഇത് മിക്സ്ഡ് എനർജിയാണ്. കാരണം ഞാൻ ഓരോ ഗ്രൂപ്പുകാർക്ക് സെപ്പറേറ്റ് ആയിട്ടല്ല ഇന്ന് എടുത്തിരിക്കുന്നത്. പലരും റിക്വസ്റ്റ് ചെയ്യാറുള്ളത് പോലെ ഒരൊറ്റ റീഡിങ് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ന്യൂ ലവ് ഉണ്ടായിരിക്കും, എക്സിസ്റ്റിംഗ് ലവ് ഉണ്ടായിരിക്കും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരിക്കും, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവരുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അവരവർക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക. ഓക്കെ, ചിലർക്കെങ്കിലും ഒരു പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം എന്ന് വളരെ തീവ്രമായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. രാത്രി അത് തന്നെയാണ് നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണറുടെ സ്ഥാനത്ത് കാണുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന്. അവരുടെ ലൈഫിൽ വേറെ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കുറവ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, വേറെ എല്ലാം ഉണ്ട്, നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ അവരവരുടെ കരിയറിനെ കുറച്ച് ആലോചിക്കുന്നുണ്ട്. അതുമല്ല, നിങ്ങളുടെ കരിയറിൽ എന്തോ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ലുക്സിൽ എന്തോ മാറ്റം വരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തോ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ളൊരു ഏർണിംഗ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഇവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ആ വൈസ് വെർസയും ആവാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങിയിട്ടുണ്ട്, പുതിയ സംരംഭം അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു പുതിയ സംഭവം നിങ്ങളിൽ 2 പേരിൽ ഒരാൾ തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റേ ആൾ കാണുന്നുണ്ട്. ആൻഡ് ദേ ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. അവർ അത് നല്ല രീതിയിൽ പോകുന്നതിൽ അവർക്ക് അപ്രിസിയേഷൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ എന്ന് ഇവർക്ക് അതിശയവും തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളെ തന്നെ ക്യാരി ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ ആവാം അവരുടെ ആവാം തിരിച്ചുമാവാം, ഇവർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ രാത്രി കൂടുതലായിട്ടും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. അതേപോലെ വാട്സാപ്പ് മെസ്സേജസ് ഉണ്ടോ, ചിലപ്പോൾ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന രാത്രിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ മെസ്സേജസൊക്കെ ഇവരെടുത്ത് കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതേപോലെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ അവിടെയെല്ലാം ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളെ കേട്ടോ. കൂടുതലായിട്ടും ഫോട്ടോ കാണുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇന്ന് എനിക്കിപ്പോൾ അങ്ങനെ കണക്റ്റായി, ഫോട്ടോ എടുത്ത് നോക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ലേറ്റ് നൈറ്റ് ഫീലിങ്സ് ഇതൊക്കെയാണ്. എന്തെങ്കിലും ഫർദർ ആക്ഷൻ വരുമോ നമുക്ക് നോക്കണോ? ഈ ടാരോ ഒരുപാട് കാണുന്നവർ ഇച്ചിരി ഒന്ന് കുറച്ചോളൂ കേട്ടോ. ക്ലാരിഫൈ, പ്ലീസ് ടെൽ മീ, വിൽ ദർ ബി എനി ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ? ദേ ആർ സോ പാഷനേറ്റ്. വിൽ ദർ ബി എനി ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ? ആർക്കെങ്കിലും റീയൂണിയൻ സാധ്യത വരുന്നുണ്ടോ ഡിവൈൻ? ഒന്ന് കാണിച്ചു തരൂ. നെക്സ്റ്റ് ആക്ഷനിൽ റീയൂണിയൻ വരുന്നുണ്ടോ?
നൈറ്റ് ഓഫ് സ്വാർഡ്സ് ഒന്ന് പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. 7 ഓഫ് പെൻറ്റക്കിൾസ് അവരവരുടെ കരിയറിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതപ്പോൾ എനിക്ക് തോന്നുന്നു അവരോ നിങ്ങളോ രണ്ടുപേരും തന്നെയോ അവരുടെ കരിയറിൽ സാമാന്യം നന്നായി തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പരസ്പരം അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ നല്ലതാണ്, അവരവരുടെ ജോലിയിൽ നല്ലതാണ്. നിങ്ങളുടെ രണ്ടുപേരും പരസ്പരം അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു സ്റ്റാറാണ്, നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ ഇവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ട് ഇവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. റീയൂണിയൻ്റെ കാർഡ് എന്തെങ്കിലും ഉണ്ടോ? റീയൂണിയൻ പോസിബിലിറ്റീസ് ഒന്ന് കാണിച്ചു തരൂ ഡിവൈൻ. റീയൂണിയൻ, ഈ കാർഡ് വന്നേ തീരൂ. എംപ്രസ് ഞാൻ തിരിച്ചു വെച്ചു കേട്ടോ 2 പ്രാവശ്യം മലർന്നിട്ട്, പിന്നെ ആ കാർഡ് വീണു. അതപ്പോൾ അത് എടുക്കണം. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പകരമായിട്ട് അവരുടെ ലൈഫിൽ വെക്കാൻ യാതൊന്നും ഇല്ല, ആരുമില്ല. ഓക്കെ, പാർട്ട്ണറുടെ സ്പേസിൽ അവർ നിങ്ങളെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ പ്രൂഫാണത് കേട്ടോ. ഗിവ് മീ മോർ കാർഡ്സ്. ഈസ് ദർ എനി ചാൻസസ് ഓഫ് റീയൂണിയൻ? 4 ഓഫ് വാൻഡ്സ് തീർച്ചയായിട്ടും കേട്ടോ. നിങ്ങൾക്കൊരു പ്രപ്പോസലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കല്യാണമാണ് അവരുടെ മനസ്സിൽ. കാരണം നിങ്ങളെ അവരുടെ പാർട്ട്ണറുടെ സ്ഥാനത്താണ് അവർ കാണുന്നത്. അപ്പോൾ ഒരു ചിലർക്കെങ്കിലും ഒരു പ്രപ്പോസലൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എനി ചാൻസസ് ഓഫ് റീയൂണിയൻ? 4 ഓഫ് വാൻഡ്സ് റീയൂണിയൻ്റെ ചാൻസ് തന്നെയാണ്. 10 ഓഫ് കപ്സ്, യെസ്, സ്റ്റെബിലിറ്റി തരാനായിട്ട് അവർ വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ്, സ്റ്റെബിലിറ്റി ഒക്കെ തരാൻ ഇവർക്ക് താല്പര്യമുണ്ട്. നിങ്ങളെപ്പറ്റി വളരെ സ്നേഹത്തോടെയാണ്, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, ഒരുപാട് സ്നേഹത്തോടെയാണ് ഇവർ രാത്രി ഓർക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് കണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുണ്ടോ ഹൈ പ്രീസ്റ്റസ്? എന്തുമാത്രം ടാരോയാണ് നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു ടാരോ റീഡറാണ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും ഒരു ടാരോ റീഡറാണ്. അല്ലെങ്കിൽ ഇത്രയും കണക്റ്റ് ആവില്ല ഹൈ പ്രീസ്റ്റസിൻ്റെ. ഇത് നെഗറ്റീവായിട്ടല്ല കേട്ടോ കണക്റ്റ് ആയിരിക്കുന്നത്, പോസിറ്റീവായിട്ട് തന്നെയാണ് കണക്റ്റ് ആയിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസിൻ്റെ. അവിടെ ഒരു നെഗറ്റിവിറ്റി ഒന്നും കാണുന്നില്ല കേട്ടോ. ഗിവ് മീ സം മോർ കാർഡ്സ് നെക്സ്റ്റ് ആക്ഷൻ. സം മോർ കാർഡ്സ് ഫോർ നെക്സ്റ്റ് ആക്ഷൻ. അവരൊരു സിറ്റുവേഷനിൽ സ്റ്റക്കായിരുന്നെങ്കിൽ അവിടെ നിന്ന് അവരുടെ ചിന്തകൾ മാറി മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി ഇൻസെക്യൂർ ആണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ. അതായത് ഇനിയും അവർ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയം അവർക്ക് ഉണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ്, പാഷനേറ്റ് ആയിട്ട് സ്പീഡി ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ചിന്ത തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷനിൽ വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. 2 കാർഡും കൂടെ എടുക്കാം, എന്നിട്ട് നിർത്താം കേട്ടോ. ഒരുവിധം ക്ലിയർ ആയില്ലേ? ക്വീൻ ഓഫ് സ്വാർഡ്സ്, ചിലർക്കെങ്കിലും അവർ വന്നാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവർക്കൊരു തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിലുണ്ട്, അവരെ പേടിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങളുടെ റിജക്ഷനാണ് ഇവർ പേടിക്കുന്നത്. 2 ഓഫ് കപ്സ്, എൻ്റെ ക്വസ്റ്റ്യനുള്ള ആൻസർ ദൈവം തന്നു. 2 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ റീയൂണിയൻ്റെ കാർഡ് ഒന്നും ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചില്ലേ. റീയൂണിയൻ പോസിബിലിറ്റി ചിലർക്കെങ്കിലും കാണുന്നുണ്ട്. അതും അധികം വൈകാതെ തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരു റീയൂണിയനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. ഓക്കെ, ഈ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ ഡിലേ ആയത് അല്ലേ. ഓക്കെ, ഇനി നിങ്ങളുടെ വീഡിയോ തീരുന്നതിന് മുന്നേ നിങ്ങളുടെ പേഴ്സൻ്റെ കുറച്ച് മെസ്സേജസ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അത് ഞാൻ എൻ്റെ ബൗളിലുള്ള എല്ലാ ചിപ്സും പുറത്തെടുത്തിട്ടിട്ടുണ്ട്. എടുക്കാം. ടോറസ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോറസ് രാശിയായിരിക്കാൻ സാധ്യതയുണ്ട്. വൃഷഭരാശി. ഐ ആം ജെലസ്, ഞാൻ പറഞ്ഞ അത് കാർഡിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ, പൊസസീവ് ഫീലിംഗ് ഉണ്ട് എന്നുള്ളത്. നമ്പേഴ്സ് 8, 17, 26. ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നമ്പർ ആയിരിക്കും. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഐ എം ഹെൽപ്ലെസ്. അവരുടെ അടുത്ത് ദേഷ്യപ്പെടേണ്ട, അവരിപ്പോൾ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിരിക്കാം എന്ന് അവർ പറയുന്നത്. തേർഡ് പാർട്ടി നോസ്, ചിലർക്കെങ്കിലും തേർഡ് പാർട്ടിക്ക് കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നു. റീയൂണിയൻ, ഗുഡ്. റീയൂണിയൻ
ചിലർക്കെങ്കിലും വരുന്നുണ്ട്. കാർഡിലും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? വിർഗോ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വിർഗോ രാശിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഐ കാൺ സ്ലീപ്പ് അറ്റ് നൈറ്റ്, ഓവർ തിങ്കിങ്, ഇതും നമുക്ക് കാർഡിൽ വന്നിട്ടുണ്ടായിരുന്നു. യു ഹാവ് ചേഞ്ച്ഡ്, നിങ്ങളെന്തോ മാറിയിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുന്നു. നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം അവർക്ക് തോന്നുന്നുണ്ടാവും. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു, നിങ്ങളുടെ പ്രസൻസ് അവർക്കിപ്പോഴും ഫീൽ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. സ്കോർപ്പിയോ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്കോർപ്പിയോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. നമ്പേഴ്സ് 1, 10, ഇതും നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു നമ്പർ ആയിരിക്കും. യു ആർ ദ വൺ ഫോർ മീ, അവരുടെ ലൈഫിൽ നിങ്ങൾ മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. ഡു യു ലവ് മീ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ എന്നവർ ചോദിക്കുകയാണ്. ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ളത് അവരുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് അവർ കണക്കാക്കുന്നു. 2 കൂടെ എടുക്കാം, മതി. ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷൻ. മാരി മീ, പ്രപ്പോസൽ. ന്യൂ ബിഗിനിങ്സ്, ചിലർക്കെങ്കിലും ചില പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. ജെമിനായി, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ജെമിനായി രാശിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തു നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജസ്. പിന്നെ അവരുടെ ലേറ്റ് നൈറ്റ് ഫീലിങ്സ് എന്താണെന്ന് നമ്മളിന്ന് നോക്കി. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാനും നിങ്ങളും തമ്മിലുള്ള ലിങ്ക് എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷനാണ്. എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണം അല്ലേ? അതിന് ഉള്ള ഒരു വഴിയാണ് സബ്സ്ക്രിപ്ഷൻ കേട്ടോ. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ മറ്റേ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ആക്ടിവേറ്റ് ആവുന്നവർ ദയവായിട്ട് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. കാരണം വീഡിയോ ലീഡർ ബോർഡിൽ ഫ്രണ്ടിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക. ഓക്കെ, എല്ലാം നല്ലതായി തന്നെ വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ദൈവം രക്ഷിക്കട്ടെ. ബൈ.